പുനലൂരിൽ UDF-ന് ആശ്വാസമാകുന്നുണ്ട്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി സഞ്ജയ് ഖാൻ പിന്മാറി. KC വേണുഗോപാൽ നേരിട്ട് സംസാരിച്ചതിനെ തുടർന്നാണ് പിന്മാറ്റം. സൂര്യഗായത്രിയുടെ കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി, ഈ പറഞ്ഞതുപോലെ നേരത്തെ നെൽസൺ പിന്മാറി, അപ്പോഴാണ് ഈ വിമതൻ പിന്മാറി പ്രതിഷേധിച്ച് DCCയുടെ രംഗം വിമതനായി വരുന്നത്. തൽക്കാലം ആശ്വസിക്കാമോ? പുതിയ വിമതന്മാരുണ്ടാകുമോ? തൽക്കാലം ഈ പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടുണ്ട്, ആരുമില്ലെന്ന ആശ്വാസം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ കോൺഗ്രസും UDF-ഉം ഒക്കെ? സുഹൈൽ ദിൽന, പുനലൂരിൽ UDF-ന് ആശ്വാസമായി എന്നുള്ള കാര്യം ഉറപ്പിക്കാമെന്നുള്ളത് തന്നെയാണ്. ഒരു വിമതനെ അനുനയിപ്പിച്ച് മാറ്റിയ സാഹചര്യത്തിലാണ് മറ്റൊരാൾ കൂടി ഇന്നലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. നെൽസൺ സെബാസ്റ്റ്യൻ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച ഉടൻ തന്നെ സഞ്ജയ് ഖാന്റെ പോസ്റ്ററുകൾ പുറത്തിറങ്ങുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ഇന്ന് രാവിലെ 12:30 കൂടി നാമനിർദ്ദേശ പത്രിക താൻ സമർപ്പിക്കുമെന്നുള്ള കാര്യം സഞ്ജയ് തന്നെ അറിയിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയം മുതൽ സഞ്ജയ് ഖാന് പല സ്ഥലങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വരുന്നുണ്ട്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജില്ലയിൽ തന്നെ DCC ഇടപെട്ടു. PC വിശ്വനാഥ് MLA, CR മഹേഷ് MLA ഉൾപ്പെടെയുള്ളവർ സഞ്ജയ് ഖാനെ വിളിച്ച് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെയും താൻ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സഞ്ജയ് ഖാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അടൂരിൽ വെച്ച് KC വേണുഗോപാൽ സഞ്ജയ് ഖാനെ കാണണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. തുടർന്ന് KC വേണുഗോപാലിനെ കാണുന്നു. പാർട്ടി സഞ്ജയ് ഖാൻ ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് KC വേണുഗോപാൽ സഞ്ജയെ നേരിട്ട് കണ്ട് നൽകിയതോടെയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം സഞ്ജയ് എടുത്തത്. നാമനിർദ്ദേശ പത്രിക താൻ നൽകുന്നില്ല, UDF-ന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യം കൂടി സഞ്ജയ് ഖാൻ അറിയിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് പോറലേൽക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് സഞ്ജയ് ഖാൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അത് KC വേണുഗോപാലിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. സഞ്ജയ് ഖാന് ഒരു പക്ഷേ പല അവസരങ്ങളും നൽകാം എന്നുള്ള ഉറപ്പ് KC നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പിന്മാറ്റം എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എന്തായാലും വിമത സ്ഥാനാർത്ഥികൾ പിന്മാറിയതോടുകൂടി ഇന്നിപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നൌഷാദ് യൂനുസിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി UDF-നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എതിർപ്പ് പ്രകടിപ്പിച്ച സഞ്ജയ് ഖാൻ ഒപ്പം ഉണ്ടായിരുന്നവരും UDF-ന് വേണ്ടി പ്രവർത്തിക്കുമെന്നത് കൂടി അറിയിച്ചതോടെ പുനലൂരിൽ UDF-ന് ആശ്വാസമായിരിക്കുന്നു. ടീം UDF ആയിട്ട് ഇനി മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള അറിയിപ്പാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ പുനലൂരിലെ UDF-ന്റെ തലവേദന ഇതോടുകൂടി ഒഴിയുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. സുഹൈൽ ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.